കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. നാളത്തെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന വിജയലക്ഷ്മി ഗോവിന്ദൻ തമ്മിൽ പരസ്പരം വാക്പോരാട്ടം നടത്തുവാണ്. ഈ സമയത്ത് ഗീതു അങ്ങോട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഗീതുവിനെ കണ്ടില്ലായിരുന്നു. പക്ഷെ ഇവര് പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഗീതു കേട്ടു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതുവിന്റെ ഉള്ളിൽ സംശയങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു. കിഷോർ ഗീതുവിനെ കയ്യിലെടുക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് വീഡിയോസ് ഒക്കെ ഗീതുവിന്റെ ഫോണിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഗീതുവിനെ എങ്ങനെയും കയ്യിലെടുക്കണം. അത് വരുണിനെ കൊടുക്കാനുള്ള രഹസ്യങ്ങളൊക്കെയാണ് ഇട്ടുകൊടുത്തത്. ഗീതുവിനെ ഗോവിന്ദനെ ഇല്ലാതാക്കാനായിട്ട് ശ്രമിക്കുന്ന വരുണാന്നുള്ള സത്യം അവർണിക വിളിച്ചു പറഞ്ഞിട്ട് ആണ്. അതിനുശേഷമാണ് കിഷോർ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഈ വീഡിയോസ് കണ്ടു കഴിഞ്ഞപ്പോ ഗീതുവിന് ഒരു കാര്യം ഉറപ്പായി. അപ്പൊ കിഷോർ ആണ് ഇവിടുന്ന് വീഡിയോസ് ഒക്കെ അടിച്ചു മാറ്റിയേക്കുന്നത്, തന്റെ പെൺഡ്രൈവിലുള്ള കാര്യങ്ങളൊക്കെ. അല്ലാതെ കിഷോറിന് എങ്ങനെയാ വീഡിയോ കിട്ടുന്നത്? അപ്പൊ അവനാണ് ഇതിന്റെ പിന്നില്. അവന്റെ കയ്യിൽ ഈ വീഡിയോ ഉണ്ട്. അപ്പൊ അതെങ്ങനെയും തനിക്ക് കൈക്കലാക്കണം, എങ്കിൽ മാത്രമേ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള സത്യം ഗീതു അറിയുന്നുണ്ട്. പിന്നീട് അവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, എന്താന്ന് വെച്ചാൽ ഞാൻ വേണ്ടത് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് അവർണികേനും കിഷോറിനെ ക്യാബിനിൽ നിന്ന് പറഞ്ഞു വിടുവാണ്. പിന്നീട് ഗീതു ആലോചിച്ചു, എന്ത് ചെയ്യണം, ഒരു ഐഡിയയും കിട്ടുന്നില്ലോ. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി ആകെപ്പാടെ സമനില തെറ്റിയ പോലെയായിരുന്നു. വിജയലക്ഷ്മി കീർത്തനങ്ങൾ സ്തുതിയൊക്കെ ചൊല്ലാൻ നോക്കിയെങ്കിലും വിജയലക്ഷ്മിക്ക് പറ്റുന്നില്ല. അവരുടെ ഉള്ളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു ആയിരുന്നു. രഞ്ജു അറക്കൽ കുടുംബത്തിലേക്ക് ചെന്നിട്ടുണ്ട്. ഇനി അവൾ അവിടെ എന്ത് ഭൂകമ്പം ഉണ്ടാക്കാനാണ്? താൻ പറയുന്നൊന്നും അവൾ വിശ്വസിച്ചിട്ടില്ല. തന്നെ വന്ന് വെല്ലു വിളിച്ചിട്ട് അവൾ പോയേക്കുക. അതിനർത്ഥം എന്താ? ഗോവിന്ദുമായിട്ട് അവൾ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളുടെ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാണ്. പക്ഷെ എന്തോ അവള് തന്നെ വിശ്വസിച്ചിട്ടില്ല. ഇനി ഒരേ ഒരു മാർഗമുള്ളൂ, ഗോവിന്ദനെ പോയി കാണണം. ഗോവിന്ദനെ പോയി കണ്ടിട്ട് അവളെ അറക്കൽ കുടുംബത്തിൽ നിന്ന് പറഞ്ഞു വിടാൻ പറയണം. അത് മാത്രം ഒരു പോംവഴിയുള്ളെന്ന് കാണുവാണ്. പിന്നീട് വിജയലക്ഷ്മി ഗോവിന്ദനെ വിളിക്കുന്നുണ്ട്. ഗോവിന്ദനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് നിന്നെ അർജന്റായിട്ടൊന്ന് കാണണമെന്ന് പറയാം. ആദ്യം ഗോവിന്ദ് സമ്മതിച്ചില്ല. പിന്നീട് പറഞ്ഞു, വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാന്ന് പറയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, എന്നാ ശരി, ഈ സ്ഥലമൊക്കെ പറഞ്ഞെടുത്ത് എവിടെ വരണം എങ്ങനെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കുവാണ്. അതിനുശേഷം വിജയലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ ഗോവിന്ദനെ കാണാനായിട്ട് ചെല്ലുവാണ്. അങ്ങനെ അവർ രണ്ടും പരസ്പരം വഴിക്ക് വെച്ച് കണ്ടുമുട്ടുവാണ്. ഈ സമയത്ത് ഗോവിന്ദ് പുറത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഗീതുവിനൊരു സംശയം. ഗോവിന്ദൻ എങ്ങോട്ടാ പോകുന്നിട്ടുണ്ടല്ലോ, ഇനിയിപ്പൊ രഞ്ജുവിനെ കാണാൻ പോയതാണോ? അവൾ എങ്ങോട്ടാ പോയെന്നും അറിയത്തില്ല. ഒരുപക്ഷെ ഗോവിന്ദനെ ഫോളോ ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയേക്കും. എന്താണ് രഞ്ജുവിനെ കുറിച്ചുള്ള സത്യം? അങ്ങനെ പുറത്തിറങ്ങിയിട്ട് അജാസിനോട് പറഞ്ഞു, അജാസെ വണ്ടി എടുക്ക, എനിക്കൊരു സ്ഥലം വരെ പോണെന്ന് പറയാം. എങ്ങോട്ടാ മാഡം പോണ്ടേന്ന് ചോദിക്കുകയാണ്. ഗോവിന്ദനെ പോയേക്കുന്ന എങ്ങോട്ടാന്ന് എനിക്കറിയില്ല, ഗോവിന്ദനെ ഫോളോ ചെയ്ത് നമുക്ക് പോണം, ഗോവിന്ദന്റെ അരികിൽ എത്തണമെന്ന് പറയാം. അജാസിന് മനസ്സിലായി എന്തോ ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ കാര്യമില്ലാത്ത കാര്യത്തിന് ഗീതുവിനെ പറയില്ല. പിന്നീട് അജാസ് ഗീതുവിനെയും കൂട്ടിയിട്ട് നേരെ ഗോവിന്ദനെ ഫോളോ ചെയ്ത് വരുവാണ്. അങ്ങനെ വരുമ്പം കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മിയുടെ കാർ അവിടെ നിർത്തിയിട്ടേക്കുന്നത് കണ്ടു. ഗീതു അകലേന്ന് തന്നെ കണ്ടു. വിജയലക്ഷ്മി ഗോവിന്ദൻ കൊണ്ട് നിൽക്കുന്നതും കണ്ടു. പെട്ടെന്ന് ഗീതു കാറിനകത്തുനിന്ന് ഇറങ്ങിയില്ല, അവിടെ തന്നെ നിൽക്കുവാണ്. ഈ സമയത്ത് ഗോവിന്ദന്റെ അരിയിലേക്ക് വിജയലക്ഷ്മി വന്നു. വിജയലക്ഷ്മി പറഞ്ഞു, നീ എന്ത് ഭാവിച്ചാ ഗോവിന്ദയെ കാണിച്ചുകൊണ്ടിരിക്കണം നിൽക്കും? അല്ല, എന്താ ഉദ്ദേശിച്ച? നിങ്ങൾ എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ. നീ എന്തിനാ രഞ്ജുവിനെ അകത്ത് കയറ്റി വെച്ചേക്കുന്നേ? അവളെ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പറഞ്ഞു വിടാൻ നോക്കാൻ പറയണം. അത് അപകടമാന്ന് പറയണം. അപകടം ഇതൊക്കെ പറയാനായിട്ട് നിങ്ങൾക്ക് എന്താ യോഗ്യതയുള്ളേ? നിങ്ങളെ കുടുംബമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയതല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാ ഇതൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ശല്യം ചെയ്തു വരുന്നേ? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ദൈവത്തെ ഓർത്ത് ഞങ്ങളുടെ ജീവിതത്തിൽ കൈകടത്താൻ വരില്ല. നിങ്ങളെ കാണുന്ന പോലും എനിക്ക് അറപ്പം വെറുപ്പോ, അതുകൊണ്ട് എന്നെ മുന്നിൽ വന്ന് പെടല്ലേ. നിങ്ങൾക്കിത് അവസാന താക്കീതാ തരുന്നേ. എത്ര വട്ടം ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെ ശല്യം ചെയ്യാൻ വരില്ലെന്ന്? അല്ല, ഇവിടുന്ന് പോകാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര പണം വേണം? എത്ര പണം വേണം ഞാൻ തരാം, പക്ഷെ ഇവിടെ നിന്ന് ഒഴിവായി കിട്ടണം. അത് മാത്രം എന്റെ ആഗ്രഹം എന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, എന്താ ഇങ്ങനെയൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണ? എന്റെ ജീവൻ നശിപ്പിച്ച നിങ്ങളാ. നിങ്ങളോട് ഞാൻ കരുണ കാണിക്കണം? ഒരിക്കലുമില്ല. നിങ്ങളോട് ഒരു കാരണവശാലും ഞാൻ കരുണ കാണിക്കില്ല എന്ന് പറയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ ഗീതുവിനെ വെച്ച് രാധികാമ്മയ്ക്ക് എതിരെ നിങ്ങൾ കളിക്കൂന്ന്. പക്ഷെ ഇനിയിപ്പൊ ഞാനാ കളിക്കാൻ പോകുന്നേ. ഞാൻ മുന്നിൽ നിർത്തുന്ന ആരെയെന്നറിയോ? രഞ്ജുവിനെ വെച്ച് മുന്നിൽ വെച്ച് കളിച്ചിട്ട് നിങ്ങളെ ഞാൻ 8 നില പൊട്ടിക്കൂന്ന് പറയാണ്. വിജയലക്ഷ്മി, നീ ചെയ്യുന്ന എന്താന്ന് നിനക്ക് അറിയില്ല, അതാ നീക്ക് പറയുന്നേ. നിനക്ക് സത്യം എന്താന്ന് അറിയത്തില്ല ഗോവിന്ദ എന്ന് പറയണേ. ഇനി ഇതിൽ കൂടുതൽ എന്ത് സത്യം അറിയാനാ? ഇനി രഞ്ജുവിനെ ഞാൻ ചേർത്ത് നിർത്തും. ഇനി രഞ്ജുവിനെ വെച്ചിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് നേരെ പോരാടുന്നതെന്ന് പറയണം. ഇത് കേട്ടോടെ ഗീതു അങ്ങോട്ട് വരുന്നേ. ഇത് പറഞ്ഞിട്ട് ഗോവിന്ദ് തിരിഞ്ഞു നോക്കുന്ന നേരെ ഗീതുവിന്റെ മുഖമാണ് കാണുന്നത്. ഒരിക്കലും ഗോവിന്ദ് അത് പ്രതീക്ഷിച്ചില്ല ഗീതു അങ്ങോട്ട് വരും എന്നുള്ള കാര്യം. ഗോവിന്ദ് പെട്ടെന്ന് ചോദിച്ചു, നീ എന്താ ഗീതു ഇങ്ങോട്ട് വന്നേ? നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. ഗീതു പറഞ്ഞു, ഇങ്ങോട്ട് വന്നോണ്ടല്ലേ പല കാര്യങ്ങളും എനിക്ക് അറിയാനും കേൾക്കാനും ഒക്കെ പറ്റിയെന്ന് പറയണം. വിജയലക്ഷ്മിയുടെ മുഖം വിളറി വെളുത്തുപോയി.
ഗീതു അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു രഹസ്യമുണ്ടെന്ന് എനിക്ക് മുമ്പ് തൊട്ട് തോന്നിയ കാര്യമാണ്. എന്താന്ന് പല വട്ടം ഞാൻ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും സത്യങ്ങളൊന്നും തുറന്നു പറയാനായിട്ട് നിങ്ങൾ കൂട്ടാക്കില്ല. പക്ഷെ എന്താന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. അത് രഞ്ജുവിനെയും കൂടെ ബാധിക്കുന്ന കാര്യമാണ്. രഞ്ജുവായിട്ടുള്ള പ്രശ്നമാണ്. രഞ്ജു നിങ്ങൾ 3 പേരും തമ്മിൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയാണ്. പെട്ടെന്ന് ഗോവിന്ദ് പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. അതെ, നിനക്ക് ഇങ്ങോട്ട് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു ഗീതു. നീ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ വരണ്ട. നീ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ പറയണം. ഗീതു പറഞ്ഞു, അതെ എനിക്കറിയാം ഗോവിന്ദേട്ടൻ എന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. എന്തിനാ ഗോവിന്ദേട്ടൻ ഇങ്ങനെയൊക്കെ പറയണേ? ഞാൻ ഒന്നും അല്ലെങ്കിലും ഗോവിന്ദേട്ടന്റെ ഭാര്യയല്ലേ. ഞാൻ ഇതിനകത്ത് എന്ത് രഹസ്യം ഗോവിന്ദേട്ടനുള്ളത്? കുറെ കാലമായിട്ട് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന. പക്ഷെ ഇന്ന് വരെ നിങ്ങൾ ആരും പറയാതെ കൂട്ടാക്കില്ല. പക്ഷെ എനിക്ക് ഇന്ന് സത്യങ്ങളൊക്കെ അറിയണം. സത്യങ്ങൾ അറിഞ്ഞാലേ ഞാൻ പോകുള്ളൂ എന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, മോളെ ഗീതു നീ പോ, നിന്നോട് പിന്നോടേക്ക് ഞാൻ പറയാം. ഇല്ലമ്മ ഞാൻ പോകത്തില്ല, എനിക്ക് സത്യങ്ങൾ അറിയാൻ ഞാൻ പോകത്തില്ല എന്ന് പറയാണ്. അവസാനം ഒരു വിധത്തില് ഗീതുവിനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. പക്ഷെ എന്തായാലും ഗീതുവിന് പോകാൻ മനസ്സിലായിരുന്നു. അതിനുശേഷം വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറയണം, ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ഞാൻ സത്യങ്ങളെല്ലാം തുറന്നു പറയും. നിങ്ങൾ ഇവിടുന്ന് പോയില്ലെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ വിളിച്ചു പറയുമെന്ന് പറയാം. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അന്നേ നീ ചെന്ന് വിളിച്ചു പറയടാ, എല്ലാ സത്യങ്ങളും തുറന്നു പറ. അത് നിനക്കായിട്ടുള്ള നീ കുടി തോണ്ടുന്നതായിരിക്കും. നീ വിളിച്ചു പറയണം. അങ്ങനെ പറയുവാണെങ്കിൽ നീ ആണാന്ന് ഞാൻ പറയാന്ന് വിജയലക്ഷ്മി വെല്ലുവിളിക്കുകയാണ് ഗോവിന്ദനെ. ഇത് കേട്ട് ആകപ്പാടെ സമനില തെറ്റിയ പോലെ ഗോവിന്ദ് കാർ കയറി പോരുവാണ്. അപ്പൊ പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയലക്ഷ്മി ആകപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഗോവിന്ദ് പോരാടാൻ തന്നെ തീരുമാനിച്ചുറപ്പിച്ചാ വന്നേക്കുന്നത്. അപ്പൊ ഇനി എതിർക്കാനായിട്ട് ഇനി എന്തേലും ഒരു പോംവഴി കണ്ടെത്തിയേ പറ്റുള്ളൂ. രഞ്ജുവിനെ അറക്കൽ കുടുംബത്തിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്താക്കണം. അല്ലെങ്കിൽ ഗീതുവിന്റെ ജീവിതം പോവും. ഗീതുവിന് ഗോവിന്ദിന് സംശയങ്ങളൊക്കെ ഉണ്ടാവും. അത് വലിയ ദുരന്തത്തിലേക്കായിരിക്കും വഴി മാറുന്നത്. അങ്ങനെയൊക്കെ വിജയലക്ഷ്മി കരുതുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.